ഗുജറാത്തിലാണ് ഇത്. പിന്നെ കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെജ്രിവാളിന് നമ്മൾ പുല്ലുവില കൊടുത്തു. എവിടുന്നാണ് ഇത് വരുന്നത്? ഏറ്റവും കൂടുതൽ കെടുകാര്യസ്ഥതയുള്ള രണ്ട് വ്യക്തികൾ ആരാണ്? ഒന്ന് അമിട്ട്, രണ്ട് മോങ്ങി. ഈ രണ്ടു പേരും ഭരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. ആ രാജ്യത്ത് ഇവർ ബിലോങ്സ് ടു ഗുജറാത്താണ്. ആ ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ് ഡീലിംഗ് നടക്കുന്നത്, ഡ്രഗ്സ് ഉണ്ടാക്കുന്നത്, ഡ്രഗിന്റെ എല്ലാ ഇത് നടക്കുന്നത് അവിടെയാണ്. അതേപോലെ കേരളത്തിന്റെ കാര്യത്തിൽ തൃശ്ശൂരിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശതമാനത്തിൽ ഈ ഹിന്ദു മതവിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് അത്. അവിടെ വളരെ തുച്ഛമാണ് മുസ്ലിംസ്. ഹിന്ദുക്കൾ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്, വളരെ ശതമാനം കുറവാണത്. അപ്പോ ആ ബാഹുല്യം വെച്ച് തന്നെ യൂസ് യുവർ ബ്രെയിൻ, നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്തുകൊണ്ട് അത്രയും റിപ്പോർട്ട്സ് വരുന്നു എന്നുള്ളത്. ഇനി ഈ ശതമാനത്തിൽ ചെറിയ ഈ ശതമാനക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിലും വരും. അല്ല, റിപ്പോർട്ടുകൾ എടുത്തു നോക്കുക, കൃത്യമാണ് ആരാണ് ചെയ്യുന്നത്. ശാഖകൾ തോറും ഇവർ നടത്തുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. ഇവിടെ ഉള്ള ഒരു ശാഖയും നിലനിൽക്കാൻ അനുവദിച്ചുകൂടാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനവും